ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ മദീനയിൽ വന്ന് സിയാറത്തിന് വന്നതാണ്. അപ്പോൾ ഉഹുദ് മല സന്ദർശിക്കാൻ വേണ്ടി, ഉഹുദ് മലയും ഉഹുദ് യുദ്ധം നടന്ന സ്ഥലവും കാണാൻ വേണ്ടി വന്നതാണ്. ഉഹുദ് പള്ളിയാണ് നമ്മുടെ സൈഡിൽ കാണുന്നത്. നമ്മൾ ആ കാണുന്ന ലക്ഷ്യം വെച്ച് നടക്കുന്നത് ഉഹുദിൽ 70ഓളം സ്വഹാബികൾ വധിക്കപ്പെട്ട സ്ഥലമായ, അവരെ കബറടക്കം ചെയ്ത സ്ഥലമാണ് ഈ മതിൽ കെട്ടിനുള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഉഹുദ് പള്ളിയാണ്, ഉഹുദിനോട് തൊട്ടുള്ള അതിൽ പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഇതായി മതിൽക്കെട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് 70ഓളം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട ഷഹീദായ 70ഓളം സഹാബികളുടെ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം ഉള്ള സഹാബികളുടെ മറവ് ചെയ്യപ്പെട്ട, കബറടക്കം ചെയ്യപ്പെട്ട ആ ഒരു യുദ്ധഭൂമിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും നബി തങ്ങളുടെ പല്ല് പൊട്ടുകയും ഒക്കെ ചെയ്ത യുദ്ധമാണ്. ആദ്യം ശത്രുക്കളോട് ജയിക്കുകയും ശേഷം തോൽക്കുകയും ചെയ്ത ആ ഒരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം. അതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉഹുദ് യുദ്ധത്തിൽ ജയത്തിന് ശേഷം നമുക്ക് കാണാം, ഇപ്പോൾ ഒരു ചെറിയ കുന്നുണ്ട്. ആ കുന്നിലാണ് അമ്പെയ്ത്തുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയിരുന്നത്. അപ്പോൾ യുദ്ധം ജയിച്ചതിന് ശേഷം അമ്പെയ്ത്തുകാർ ശത്രുക്കളുടെ അനാമത്ത് അവരുടെ അവിടെയാണ്, ആ കാണുന്ന കുന്നിലായിരുന്നു. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ശത്രുക്കളുടെ യുദ്ധ മുതലുകളൊക്കെ എടുക്കാൻ വേണ്ടി തങ്ങളുടെ വാക്കിനെ ലംഘിച്ച് ആ കുന്നിൽ നിന്നും ഇറങ്ങി വരികയും ഉടനെ തോറ്റ് ശത്രുക്കൾ വീണ്ടും ആ കുന്നിലേക്ക് കയറി അവരെ യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷം തോൽക്കാൻ കാരണം. നബി തങ്ങളുടെ വാക്ക് ലംഘിച്ചതാണ് പ്രധാന കാരണം. അതോരോ അനുഭവങ്ങളാണ്. ഇവിടെ കാണുന്ന ഹിസ്റ്ററികളൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ ഭാഷകളിൽ എഴുതി വെച്ചതാണ്. ഒരുവിധ എല്ലാ രാജ്യക്കാരുടെ ഭാഷകളിലുണ്ട് ഇത് ബോർഡുകൾ. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ഹംസ റളിയല്ലാഹു അൻഹുവും 70ഓളം സഹാബികളും ഷഹീദായി മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ അതൊരു കോമ്പൗണ്ടായിട്ട് അതിൻ്റെ 4 പുറം ഇങ്ങനെ മതിലൊക്കെ കെട്ടി ഗ്രില്ലൊക്കെ ഇട്ട്, പിന്നെ തൊട്ടടുത്ത് നിൽക്കാതെ തന്നെ ഒരു കമ്പിയൊക്കെ കുറച്ച് ഗ്യാപ്പിൽ വെച്ച് ചിട്ടപ്പെടുത്തിയ സ്ഥലമാണത്. ഇവിടെയാണ് വിശ്വാസികളൊക്കെ വന്ന്, നമ്മളെ മാതിരത്തെ ആളുകളൊക്കെ വന്ന് സലാം പറയുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കുന്നാണ്, നമ്മൾ ഈ കാണുന്ന ഈ കുന്നാണ്. അങ്ങോട്ട് നമ്മൾ പോവാണ്. അതിൻ്റെ ബലദിയൻ്റെ ഒരു ഓഫീസാണ്, മക്തബ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോണത് നമ്മുടെ അമ്പെയ്ത്തുകാരെ നിർത്തിയിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഉഹുദിൻ്റെ പള്ളിയാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറേ കുട്ടി കച്ചവടക്കാരൊക്കെ ഉണ്ട്, വെള്ളം വിൽക്കണ, ചായ, കാപ്പി, ഒരുപാട് ചെറിയ മക്കൾ ഒക്കെ ഉണ്ട്. അതാണ് ഉഹുദ് ചരിത്രം. വലിയൊരു പാഠമാണ് ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം. ആ കാണുന്ന കുന്നിൻ്റെ മുകളിൽ ആളുകളെ കാണാനില്ല, അവിടെയാണ് അമ്പെയ്ത്തുകാരൊക്കെ നിന്ന് നബി തങ്ങളുടെ വാക്ക് ലംഘിച്ച്
അവർ താഴെ ഇറങ്ങുകയും തുടർന്ന് ശത്രുക്കൾ തങ്ങളുടെ പക്ഷത്തെ തോൽപ്പിക്കുകയും 70ഓളം പേർ വഫാത്താവുകയൊക്കെ ചെയ്തത്. നമ്മളിപ്പോൾ ആ കുന്നിൽ കയറി, ആ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ താഴത്ത് കാണുന്ന ആ മതിൽക്കെട്ട് ഖബർസ്ഥാനവും അതുപോലെ തന്നെ കാണുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലാണ് നമ്മളുള്ളത്. അമ്പെയ്ത്തുകാർ നിന്നിരുന്ന ആ കുന്നിൻ്റെ മുകളിൽ നിന്നുമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ മലകളൊക്കെ കയറി, ചെറിയ എന്നാൽ തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു കുന്നാണ്. വലിയൊരു മലയൊന്നുമല്ല, ഉണ്ടോ? ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ഇത് പള്ളിയാണ് കാണുന്നത്. അതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്നതാണ് പിന്നെ യുദ്ധത്തിൽ ഷഹീദായ സഹാബികളുടെ മക്ബറ ഖബർസ്ഥാനൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് 4 പുറം, കുന്നിൻ്റെ 4 പുറം ഒന്നിങ്ങനെ ഒരു വീഡിയോ എടുത്താണ്, അതാണ് ആ കാണുന്നത്. ഇവിടെ നിന്നിട്ടാണ് അമ്പെയ്ത്തുകാർ ശത്രുപക്ഷത്തെ തോൽപ്പിച്ച് പിന്നീട് അവർ ഇറങ്ങിപ്പോവുകയും പിന്നീട് ആ യുദ്ധത്തിൽ നബിതങ്ങളുടെ പക്ഷം തോൽക്കുകയുമാണ് ഉണ്ടായത്. ആ സ്ഥലമാണിത്. എന്തായാലും ഇവിടെയൊക്കെ വന്ന് കാണാനും ആ ചരിത്രഭൂമി സന്ദർശിക്കാനും ഓരോരോ വിശ്വാസികൾക്കും നാഥൻ അനുഗ്രഹം ചൊരിയട്ടെ. ഓക്കെ.